കേരള കാർഷിക സർവകലാശാലയിൽ മതവിദ്വേഷം പടർത്തുന്ന രീതിയിൽ ഫ്ലെക്സ് ബോർഡ്. കലോത്സവം നടക്കുന്ന സെൻട്രൽ ഓഡിറ്റോറിയത്തിന് മുന്നിലാണ് ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. തർക്കമന്ദിരമായിരുന്ന ബാബറിയുടെ ചിത്രമാണ് ഫ്ലെക്സ് ബോർഡിലുള്ളത്. SFI പ്രവർത്തകരാണ് ഫ്ലെക്സ് ബോർഡ് വെച്ചത് എന്ന ആരോപണം. മനോജ് ചേർന്നുണ്ട്. മനോജ്, SFI പ്രവർത്തകരുടെ തെട്ടൂരം നമ്മൾ പല തവണ പല കോളേജുകളിൽ പല സർവകലാശാലകളിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്? തീർച്ചയായും രജനി, മണ്ണുത്തിയിലെ കാർഷിക സർവകലാശാലയിലാണ് ഇത്തരത്തിലൊരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ കലോത്സവം നടക്കുന്നുണ്ട്. ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ബോർഡുകളൊക്കെ വച്ചിട്ടുണ്ടെങ്കിലും ഇതിൽ കൃത്യമായും ഒരു മതവിദ്വേഷം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ബോർഡാണ് സ്ഥാപിച്ചിട്ടുള്ളത്. തർക്കമന്ദിരമായിട്ടുള്ള അയോധ്യയിലുണ്ടായിരുന്ന ബാബറി കെട്ടിടമാണ്, ആ ഒരു മസ്ജിദാണ് ഈ കാറ്റിലും മഴയിലും തകർത്തതല്ല എന്നുള്ള ഒരു വാചകമൊക്കെ കൊടുത്ത് അത്തരത്തിലൊരു മതസൗഹാർദ്ദത്തെ തകർക്കുന്ന രീതിയിലേക്ക്, അതായത് ഈ അവിടെ എത്തുന്ന കുട്ടികളുടെ ഇടയിലേക്ക് വിദ്വേഷം പടർത്തുന്ന രീതിയിൽ ഈ ഒരു ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് ഈ ഫ്ലെക്സ് ബോർഡ് അവിടെ എത്തിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ കാണുന്ന സാഹചര്യമുണ്ടായത്. ഇതിന് പിന്നിൽ SFI പ്രവർത്തകരാണ് എന്ന് തന്നെയാണ്. കാരണം ആ ബോർഡിൽ ആരുടെയും ഒരു സംഘടനയുടെയും പേര് എഴുതിയിട്ടില്ലെങ്കിലും ഇത് വച്ചതിനു പിന്നിൽ SFIയുടെ പ്രവർത്തകർ തന്നെയാണെന്നാണ് ഉയരുന്ന ആരോപണം. സമീപത്തായി SFIയുടെ കൊടിയും കെട്ടിയിട്ടുണ്ട്. എന്തായാലും ഈ കാർഷിക സർവകലാശാലയിൽ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ബോർഡുകൾ വച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്കിടയിൽ വലിയ തരത്തിലുള്ള ഒരു വിവേചനം സൃഷ്ടിക്കുകയാണ് ഇത്തരത്തിൽ ഓരോ സംഘടനകളും എന്നുള്ള കാര്യം തന്നെയാണ്. അതായത് ഇടതുപക്ഷ സംഘടനകളൊക്കെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളെ വീണ്ടും കുട്ടികൾക്കിടയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് അവിടെ വലിയ തരത്തിലുള്ള ഒരു വിദ്വേഷം പ്രചരിപ്പിക്കുന്നു എന്നുള്ള പരാതി തന്നെയാണ് ഉയരുന്നത്. എന്തായാലും കാർഷിക സർവകലാശാലയിലാണ് ഇത്തരത്തിലൊരു ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിനു മുമ്പും പല ക്യാമ്പസുകളിലും SFIയുടെ പേരിൽ തന്നെ അതായത് സരസ്വതി ദേവിയുടെ ചിത്രവും അതോടൊപ്പം തന്നെ മറ്റു പല രീതിയിലൊക്കെ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരുന്നു. അതൊക്കെ തന്നെ വലിയ തരത്തിലൊരു വിമർശനം ഉയർന്നത് തന്നെയാണ്. അതിനുശേഷം വീണ്ടും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഏറ്റുപിടിച്ചുകൊണ്ട് അതിലൊക്കെ തന്നെ ഈ വിവേചനം ഉണ്ടാക്കുന്ന തരത്തിൽ ആ ഒരു വിദ്വേഷം പടർത്തുന്ന രീതിയിലേക്ക് ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഓരോ കലോത്സവങ്ങളെയും ഈ SFI പോലുള്ള സംഘടന അല്ലെങ്കിൽ ഇടതുപക്ഷ സംഘടനകൾ സമീപിക്കുന്നത്. അതിൽ തന്നെ ഈ വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള ഈ വിദ്വേഷങ്ങൾ അത് തന്നെയാണ് ഈ ഫ്ലെക്സ് ബോർഡിലൂടെ. അത് തന്നെയാണ് മനോജ്, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇത്രയും കോളേജുകളിൽ ഇങ്ങനെയുള്ള മതവിദ്വേഷം പടർത്തുന്ന രീതിയിൽ ഫ്ലെക്സ് ബോർഡുകൾ SFI സ്ഥാപിക്കുന്നുണ്ട്. അപ്പോഴും ഇതിനൊക്കെയുള്ള ഇത് ചെയ്യുവാൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കുവാൻ വേണ്ടി ഇവർക്ക് ആരാണ് അനുവാദം കൊടുത്തത്? അല്ലെങ്കിൽ ഇതിപ്പോൾ കലോത്സവം നടക്കുന്ന ഒരു സമയം കൂടെയാണ്, നിരവധി കുട്ടികൾ വന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും മാറ്റുവാൻ പോലും ആ കോളേജ് അധികൃതർ തയ്യാറായിട്ടില്ല, അല്ലെങ്കിൽ ഇതൊരു നടപടിയെടുക്കുവാൻ പോലീസ് പോലും തയ്യാറായിട്ടില്ല. പല കോളേജുകളിലും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ പോലീസ് ഒത്താശ ചെയ്യുകയാണ് SFI പ്രവർത്തകർക്ക്. അത് തന്നെയാണ് ഈ കാർഷിക സർവകലാശാലയിൽ നമ്മൾ കാണുന്നത്. കാരണം ഈ ഒരു ബോർഡ് അവിടെ വച്ചിട്ടുള്ളത് അവിടെയുള്ള അധ്യാപകരടക്കം അവിടെയുള്ള ഈ കാർഷിക സർവകലാശാലയുടെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം കണ്ടിട്ടുള്ളതാണ്. അവരൊന്നും ഈ അധികൃതരൊന്നും തന്നെ ഇതിനെതിരെയുള്ള ഒരു വിശദീകരണം പോലും ആരോടും ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇതിൽ തന്നെ വലിയ തരത്തിലുള്ള ഒരു വിമർശനം തന്നെയാണ് ഉയരുന്നത്. കാരണം ഇത്തരത്തിലുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് അവിടെയുള്ള അധികൃതർ തന്നെയാണ്. ഓരോ സർവകലാശാലയുടെയും തലപ്പത്തിരിക്കുന്നവർ തന്നെയാണ് ഇതിനൊക്കെ ഉള്ള അവസരം ഒരുക്കി കൊടുക്കുന്നത് എന്ന് തന്നെയാണ്. അത് തന്നെയാണ് നമ്മൾ പല ക്യാമ്പസുകളിലും പല സർവകലാശാലകളിലും കാണുന്നത്. ഇത്തരത്തിൽ കലോത്സവം നടക്കുന്ന സമയത്ത് പലതരത്തിലുള്ള വിഷയങ്ങൾ അത് വിദ്യാർത്ഥികൾക്കിടയിലേക്ക് കുത്തിവെക്കുന്ന ഒരു സമീപനം അത് തന്നെയാണ് ഈ അധികൃതരുടെ ഒത്താശയോടുകൂടി നടന്നു വരുന്നത്. ഇതിൽ തന്നെയാണ് വലിയ തരത്തിലുള്ള ഒരു വിമർശനം ഉയരുന്നത്, പ്രതിഷേധവും ഉയരുന്നത്. ശരി, എന്നാലും കേരള കാർഷിക സർവകലാശാലയിലാണ് SFIയുടെ തീട്ടൂരം. മതവിദ്വേഷം പടർത്തുന്ന രീതിയിൽ ഫ്ലെക്സ് ബോർഡുകൾ വെച്ചിരിക്കുകയാണ്. ഫ്ലെക്സ് ബോർഡുകൾ വെച്ച് സമയം കഴിഞ്ഞിട്ട്, മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് പോലും അതിനെതിരെ നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. കലോത്സവം നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയത്തിന് മുന്നിലാണ് ഇങ്ങനെ ഒരു ഫ്ലെക്സ് ബോർഡ് SFI സ്ഥാപിച്ചിരിക്കുന്നത്. വിശദമായ റിപ്പോർട്ടാണ് മനോജ് നൽകിക്കൊണ്ടിരുന്നത്.